പുതുമുഖ സംവിധായകനായ ജീനോ ഡെന്നീസിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ അഭിനയിച്ച ബസൂക്ക തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സംവിധായകന് മമ്മൂക്കയെ ഫാഷനബിൾ സ്റ്റൈലിഷ് രീതിയിൽ ഫാൻസിന് മുന്നിൽ അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതിനായി അദ്ദേഹം ധാരാളം സ്ലോ മോഷൻ ഷോട്ടുകളും ക്ലോസപ്പുകളും ഒപ്പം മമ്മൂട്ടിയെ ഗ്ലാമറസ് ആക്കുന്ന സീനുകളും ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥ കഥാപാത്രത്തിൻ്റെ ആഴവും ലോജിക്കും എല്ലാം പോയി. ഇതിലെനിക്ക് കുറച്ച് പ്രശ്നം തോന്നിയത് പോലീസ് അന്വേഷണത്തിൽ നിരവധി ലോജിക്കിൻ്റെ പിഴവുകളുണ്ട്. ഡയലോഗ്സ് നമുക്ക് സുഖമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ കഥാപാത്രങ്ങളുടെ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായും മിസ് ചെയ്തിരിക്കുന്നു. പിന്നെ പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ സയ്യിദ് അബ്ബാസിൻ്റെ സംഗീതം നന്നായിട്ട് തോന്നി. പിന്നെ ശ്രീനാഥ് വാസിയുടെ റാപ്പ് സോങ് ഈ ചിത്രത്തിന് ഒരു എനർജി കൊടുക്കുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി, നിമിഷ് റാവിയുടെ ക്യാമറ നമ്മുടെ മമ്മൂക്കയുടെ ഓരോ ഫ്രെയിംസും വളരെ മനോഹരമാക്കുന്നു. ഒരു സ്റ്റൈലിഷ് വിഷ്വൽ ഇഫക്റ്റ് ചിത്രമാണെങ്കിലും കഥയുടെ ആഴം കുറവാണ്. മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ്, BGM, സിനിമാറ്റോഗ്രാഫി എന്നിവ ചിത്രത്തെ മികച്ചതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോജിക്കും കഥാഘടനയും ഈ ചിത്രത്തെ ഒട്ടും ബലപ്പെടുത്താതെ പോയിരിക്കുന്നു. ഒരു മമ്മൂട്ടി ഫാൻ എന്ന നിലയിൽ ഇത് ഒരു വിഷ്വൽ ട്രീറ്റ് ആണെങ്കിലും ഒരു സിനിമാ പ്രേമിക്ക് ഇത് നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയാണ്.